ജിൻറ്റപ്പനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും അത്ഭുതം. എന്ത് പറ്റി? ജിൻറ്റപ്പ ഇതാ വിളിക്കുന്നു, കൺഫെഷൻ വിളിക്കുന്നത്, എന്ത് പറ്റി? വല്ല പ്രശ്നമായോ? ഇനിയിപ്പോൾ ആ ഗെയിംസിൻ്റെ വല്ല നമ്മൾ അടിപിടി എന്തെങ്കിലും ആയോ? എന്തിനാണ് വിളിപ്പിച്ചത്? ജിൻറ്റപ്പ വിളിച്ചിരുന്നോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ കൺഫെഷനിൽ പോകണം? അപ്പോൾ ജിൻറ്റ പറഞ്ഞു അല്ലല്ല ഒന്നുമില്ല, എന്താണെന്നറിയില്ല, നോക്കാം. ജിൻറ്റപ്പൻ അറിയാലോ, ജിൻറ്റപ്പൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ വളരെ കൂളായിട്ട് സംസാരിക്കുക, അതേപോലെ ആക്ടിവിറ്റി അതെ വളരെ നമുക്ക് ആക്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ജിൻറ്റു എല്ലാം വളരെ സിമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺഫെഷൻ പോകുമ്പോൾ അവിടെ പോയിരുന്നു. അപ്പോൾ ബിഗ് ബോസ് അവിടെ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതിരിക്കണല്ലോ, എന്താ ഒരു കണ്ണടയ്ക്കണല്ലോ. അപ്പോൾ കണ്ണടയോ എനിക്കോന്ന്? അപ്പോൾ ബിഗ് ബോസ് അതെ ജിൻറ്റപ്പ അത് നോക്കുന്നു, അത് ആ ലെറ്റർ എടുക്കും, അതെടുത്ത് കണ്ണ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഇത് എൻ്റെ പവർ അല്ലല്ലോ, ഇത് പവർ എങ്ങനെ മനസ്സിലായി, പവർ എങ്ങനെയാണെന്ന് മനസ്സിലായി? ചോദിച്ചു, അവിടെ വീട്ടിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതല്ല, ഇത് വേറെയാണെന്ന് വെച്ച് നോക്കുമെന്ന്. ഇത് ശ്രീ മോഹൻലാൽ കൊടുത്തയച്ചതെന്നാണ്. അങ്ങനെ ജിൻറ്റോന് എന്ത് സന്തോഷം, ഭയങ്കര സന്തോഷം വന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, ഇത്രയും സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ട് മൊത്തം ചിരിയൊന്നും കാണില്ലല്ലോ എന്നുണ്ട്. കാരണം അത് നമുക്ക് അറിയാം, ഇത്ര ദിവസം കൊണ്ട് അറിയാം ജിൻറ്റപ്പൻ അത്രയ്ക്കേ ഉള്ളൂ, മീൻസ് അത്രയ്ക്ക് ചിരിക്കുള്ളൂ, വളരെ ലളിതമായിട്ട് നോർമലി കുറച്ച് കാണിക്കുള്ളൂ, അങ്ങനെ അതങ്ങനെയാണ്. അപ്പോൾ ജിൻറ്റന് ഭയങ്കര സന്തോഷമായി. അതേപോലെ അപ്പോൾ കത്ത് വായിക്കാൻ പറഞ്ഞാൽ കത്ത് വായിക്കും ആദ്യം, അതെന്താ എഴുതിക്കുന്നതെന്ന്. അപ്പോൾ അതിലെഴുതിക്കുന്നത് ജിൻറ്റോന് ശ്രീ മോഹൻലാൽ അയച്ച നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങളുടെ കണ്ണട എന്നിട്ട്, കാരണം ഒത്തിരിയായിട്ട് മോഹൻലാൽ പറഞ്ഞിരുന്നു. അപ്പോൾ ലാലേട്ടൻ അത് കൊടുത്തയച്ചതിൻ്റെ അത് കിട്ടിയതും വായിച്ചതും ഭയങ്കര സന്തോഷമായി. ലാലേട്ടൻ സ്വയം അയച്ചു തന്നിട്ട് ഭയങ്കര പ്രൗഡ് നിറഞ്ഞ നിമിഷമായിരുന്നു ജിൻറ്റോ. പുറത്ത് വന്നിട്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് ഇത് അങ്ങനെ വെച്ച് മുഖത്ത് വെച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് കാണിക്കുമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് വരികയാണ്. പുറത്ത് വന്നിട്ട് പിന്നെ എല്ലാവർക്കും പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് കാണിക്കില്ല, ആ കുട്ടികളുടെ സന്തോഷമല്ല, അതേപോലെയാണ് എല്ലാതും ഓടി നടന്ന് കാണിക്കേണ്ടത്. എൻ്റെ കണ്ണട കണ്ട അതേപോലെ ശ്രീതു, നോറ, അവർക്ക് ഭയങ്കര അത്ഭുതം, അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ സായിക്കാതെ ഋഷി, പിന്നെ അഭിഷേക്, പിന്നെ അവിടെ അർജുൻ, അപ്പോഴേക്കും നന്ദന ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ടോ, ഞാൻ നോക്കട്ടെ ഇതെങ്ങനെ എത്ര നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ നന്ദന ഇട്ട് നോക്കുന്നു, സെജി ഇട്ട് നോക്കുന്നു, അങ്ങനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. കാരണം അത് കിട്ടിയത് ബിഗ് ബോസിനായിരുന്നു. ആൻഡ് അത് മോഹൻലാൽ കൊടുത്തയച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ജിൻറ്റോൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നല്ലൊരു മൊമെൻ്റായിരുന്നു നമ്മൾ. കാരണം ഈ ജേണിയിൽ 100 ദിവസത്തേക്കുള്ള ഈ യാത്രയിൽ എന്തുണ്ടായാലും ശരി, എത്ര അടിപിടി ഉണ്ടായാലും ശരി, വൈകുന്നേരം എല്ലാവരും ഒന്നിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും രസം. എന്ന് വെച്ചാൽ അവർ ആ വൈരാഗ്യം പിറ്റേ ദിവസത്തേക്ക് എടുത്തുകൊണ്ടുപോകുന്നില്ല. ബാക്കി എന്ത് കളിച്ചാലും ശരി. പക്ഷേ ജിൻറ്റോൻ്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല. അത് ആ രാത്രിക്ക് എല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും ഒന്നിച്ച് ഒരു ഫാമിലി പോലെ ആവുന്നുണ്ട്. അത് നല്ലൊരു സീനായിരുന്നു കേട്ടോ. അങ്ങനെ ജിൻറ്റപ്പൻ അവിടെ എല്ലാവർക്കും ഒരു നല്ലൊരു മൊമെൻ്റ് ഉണ്ടാക്കി കൊടുത്തു. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. കാണാൻ രസം തന്നെ. പക്ഷേ ചിലർക്കല്ല, എല്ലാവർക്കും അതെ കുറച്ചൊരു അസൂയ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത് കിട്ടിയതായിട്ടാണ് മോഹൻലാലിനല്ല കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു കുറിച്ചുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവർ മനസ്സിൽ മുഖത്ത് എല്ലാവർക്കും അത് കാണാൻ പറ്റി അവിടെ. എന്നാലും നല്ലൊരു നിമിഷമായിരുന്നു അത്.